ബി ജെ പിയിലെ ഒരു പ്രസന്ന മുഖം നിതിൻ ഗഡ്കരിയുടേതാണ്. ആ പ്രസന്ന മുഖം ബി ജെ പിയെ വിട്ട് ഇന്ത്യ സഖ്യത്തിലോട്ട് പോയാലോ? അദ്ദേഹം തന്നെയാണ് നാഗ്പൂരിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹത്തെ ഇന്ത്യ സഖ്യത്തിലെ ചില നേതാക്കൾ സമീപിച്ചിരുന്നു. എന്നിട്ട് കൂടുമാറുകയാണെങ്കിൽ, അതായത് ബി ജെ പി വിട്ട് ഈ സഖ്യത്തിനൊപ്പം ചേരുകയാണെങ്കിൽ പ്രധാനമന്ത്രി പദമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടത് എന്ന് അദ്ദേഹം പച്ചയ്ക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് മാധ്യമങ്ങളോട്, ഞാൻ ഈ പാർട്ടി വിട്ടൊന്നും പോകുന്നില്ല, സ്വപ്നം കാണാത്തതിലധികം ഭാഗ്യങ്ങൾ തന്ന പാർട്ടിയാണ് ബി ജെ പി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ സംഭവങ്ങൾ ആ തരത്തിലല്ല മുന്നോട്ട് പോകുന്നത്. അമിത്ഷാ മോദി സഖ്യത്തിൻ്റെ ശൈലിയിൽ നിതിൻ ഗഡ്കരിക്ക് ശക്തമായ അതൃപ്തിയുണ്ടെന്ന് തെളിയിക്കുന്ന സംഭവ പരമ്പരകളാണ് മഹാരാഷ്ട്രയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നിതിൻ ഗഡ്കരി സീനിയർ മോസ്റ്റ് നേതാവാണ്, കേന്ദ്രമന്ത്രിയാണ്, ഒക്കെ ശരിയാണ്. അപ്പോഴും മോദിയും അമിത്ഷായും നിതിൻ ഗഡ്കരിയെ അത്ര കണ്ടങ്ങോട്ട് ശോഭിക്കാൻ അനുവദിക്കുന്നില്ല. പാർട്ടിയിൽ ഉള്ള ഏകാധിപത്യ മനോഭാവം നിതിൻ ഗഡ്കരിയെ, അല്ലെങ്കിൽ ഏകാധിപത്യ സ്വഭാവം നിതിൻ ഗഡ്കരിയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതിന് പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് നാഗ്പൂരിൽ സ്വന്തം മണ്ഡലത്തിൽ തന്നെ അമിത്ഷാ വിളിച്ചു ചേർത്ത പാർട്ടി യോഗം, നേതാക്കളുടെ യോഗത്തിൽ നിതിൻ ഗഡ്കരി പങ്കെടുക്കാതിരുന്നത് മാത്രമല്ല, തൊട്ടടുത്ത പൂനെയിൽ നടന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ വെച്ച് നേതൃത്വത്തെ, ഭരണാധികാരികളെ കണക്കിന് നിതിൻ ഗഡ്കരി വിമർശിക്കുകയും ചെയ്തു. അത് ഇങ്ങനെയാണ്, അതായത് RSS നേതാവ് മോഹൻ ഭാഗവത് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, മോദി ചില സമയങ്ങളിൽ ചില ആളുകൾ കരുതും ഒരു ഭഗവാനായി എന്ന് കരുതും, അതൊന്നും ശരിയല്ല എന്ന് മോഹൻ ഭാഗവത് നരേന്ദ്രമോദിയെ വിമർശിച്ചിരുന്നു. ആ വിമർശനത്തിന് ചുവട് പിടിച്ചാണ് നിതിൻ ഗഡ്കരിയും പറയുന്നത്, നേതാക്കൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണണം. ഇത് ഒളിയമ്പല്ല, നേരെയുള്ള അമ്പാണ്. മോദിക്കും അമിത്ഷായ്ക്കും എതിരെ നേരെ പ്രയോഗിച്ച അമ്പാണ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിദർഭ മേഖലയിൽ മഹാരാഷ്ട്രയിൽ 62 സീറ്റുകളാണുള്ളത്, നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഈ വിദർഭ മേഖലയിലെ 62 മണ്ഡലങ്ങളിൽ 45 മണ്ഡലങ്ങളും ഇക്കുറി സ്വന്തമാക്കണമെന്നാണ് അമിത്ഷാ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ള നേതാക്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. താഴേക്കിടയിലുള്ള നേതാക്കൾ മുതൽ, അണികൾ മുതൽ, പ്രവർത്തകർ മുതൽ ഇതിനു വേണ്ടി പരിശ്രമിക്കണം. 45 സീറ്റ് വേണം. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അമ്പാടെ തകർന്നടിഞ്ഞ കാഴ്ചയാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായത്. പിന്നീട് വന്ന മഹാസഖ്യവും അത് പിന്നീട് പിളർത്തി വീണ്ടും BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതൊക്കെ ഒരു വലിയ രാഷ്ട്രീയ നാടകത്തിന് കഥയും ചരിത്രവുമാണ്. ഇപ്പോഴും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. BJPക്ക് കൃത്യമായ മേൽക്കൈ വേണം, മുൻതൂക്കം വേണം. അതിന് ആഞ്ഞു പരിശ്രമിക്കണമെന്ന് അമിത്ഷാ യോഗത്തിൽ ആവശ്യപ്പെടുമ്പോഴാണ് നിതിൻ ഗഡ്കരി അവിടെ തന്നെ തൊട്ടിപ്പുറത്ത് നിന്ന് പറയുന്നത്, ഭരണാധികാരികൾ വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണണമെന്ന്. അതുപോലെ മോദി ഒരു പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. തെരഞ്ഞെടുപ്പ് വരികയാണ്, അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് കൂടിക്കൂടി വരികയാണ് മഹാരാഷ്ട്രയിൽ. അവിടെ നരേന്ദ്രമോദി പങ്കെടുത്ത പൊതുസമ്മേളനത്തിലും, അതും നാഗ്പൂരിൽ തന്നെയാണ്, നാഗ്പൂരിൽ നടന്ന സമ്മേളനത്തിലും നിതിൻ ഗഡ്കരി പങ്കെടുത്തില്ല. ഇതൊക്കെ നൽകുന്ന പ്രത്യക്ഷ സൂചനകളാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ക്ഷണവും നിതിൻ ഗഡ്കരിയുടെ വെളിപ്പെടുത്തലുകളുമൊക്കെ. ഏതായാലും മഹാരാഷ്ട്രയിൽ BJP ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ വളരെ വലിയ തിളക്കമാർന്ന വിജയമൊന്നും BJPക്ക് ലഭിക്കാൻ സാധ്യതയില്ല. അതായത് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൽ തന്നെ, അല്ലെങ്കിൽ വിദർഭ മേഖലയിൽ തന്നെ പൊട്ടിത്തെറി ഉണ്ട്. നിതിൻ ഗഡ്കരിയാണ് താരപ്രചാരകനായി പാർട്ടി നിശ്ചയിച്ചിരിക്കുന്നത്. ആ നിതിൻ ഗഡ്കരിയാണ് അമിത്ഷായുടെയും മോദിയുടെയും പരിപാടികൾ ബഹിഷ്കരിക്കുന്നത്. കേരളത്തിൽ EP ചെയ്യുന്നത് പോലെ, EP ജയരാജൻ ചെയ്യുമല്ലോ, CPMന് വിളിക്കുന്ന പരിപാടികൾക്ക് പങ്കെടുക്കാതിരിക്കുമല്ലോ, അതുപോലെ ആണ് നിതിൻ ഗഡ്കരി മഹാരാഷ്ട്രയിൽ ചെയ്യുന്നത് എന്ന് ചുരുക്കം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.